സ്റ്റാർട്ട് ചെയ്യാം. ശരി, റൂൾ 77 പ്രകാരം 5 ഓർഡിനറി ലീവ്സും 5 സ്പെഷ്യൽ ലീവ്സും ഉണ്ട്. 5 ഓർഡിനറി ലീവ്സ് എന്ന് പറഞ്ഞാൽ 1 ഏൺ ലീവാണ്, 2 ഹാഫ് പേ ലീവാണ്, 3 കമ്മ്യൂട്ടർ ലീവാണ്, 4 ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടില്ല, കാരണം നമ്മൾ ആരും പെർമനന്റ് ഓഫീസേഴ്സ് അല്ല. പിന്നെ അടുത്തത് LW ആണ്. അതിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതിൽ എല്ലാവർക്കും പ്രയാസമായി തോന്നുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഏൺ ലീവ് കാൽക്കുലേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു, അല്ലേ? റൂൾ 78 പ്രകാരം 11 ഡ്യൂട്ടി ഡേയ്സിന് 1 എന്നുള്ള നിരക്കിലാണ് നമുക്ക് ഏൺ ലീവ് ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന ഏൺ ലീവ് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. എത്രയെ ക്രെഡിറ്റിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയൂ? 300 എണ്ണം മാത്രം. 300 കൂടുതൽ 300 എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് ലീവ് എടുക്കുന്നത് വരെയും ഏൺ ലീവ് ക്രെഡിറ്റിലേക്ക് വരില്ല. അതെന്താന്ന് വ്യക്തമായിരുന്നോ? അതെന്താണെന്ന് മനസ്സിലായിരുന്നോ? പറയൂ, ഞാൻ പറ. ഇല്ല. ശരി, ഒരാളുടെ ലീവ് അക്കൗണ്ട് ഞാൻ കാണിക്കാം. ഒരാളുടെ ലീവ് അക്കൗണ്ടില് അവര് ലീവ് അക്കൗണ്ടിന്റെ റിമാർക്സ് കോളത്തിൽ ഇപ്പോൾ 290 ലീവ് ഉണ്ട്. ഏൺ ലീവ് 290 എണ്ണം കിടക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവസാനമായിട്ട് 3/6/2000 3/6/2022 മുതൽ 31/7/2023 വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 3/6/22 മുതൽ 31/7/2023 വരെയുള്ള ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ എല്ലാ കോളങ്ങളും എഴുതി അവസാനം ബാലൻസ് എന്ന കോളത്തിൽ എത്ര 290 ലീവ് ഉണ്ട്, അല്ലേ? അപ്പോ നിങ്ങളുടെ ഒക്കെ സർവീസ് ബുക്കിന്റെ ഏൺ ലീവിന്റെ പേജ് എടുത്ത് നോക്കിയാൽ ഇതേപോലെ നിങ്ങളുടെ ബാലൻസ് കാണാം. ശരി, 31/7/23. ഇനി എന്ന് മുതലാണ് ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്? പ്രസന്റേഷൻ മാറി. റഷീദ ഈസ് പ്രസന്റിംഗ് എന്നാ കാണിക്കുന്നു. അയ്യോ, എന്താണ് റഷീദ? അതോ ഞാൻ സ്ക്രീൻ കാണാൻ വേണ്ടിട്ട് ചെയ്തായിരുന്നു. സ്ക്രീൻ കാണാൻ വേണ്ടിട്ടേ, സ്ക്രീൻ കാണാത്തത് കൊണ്ടേ ഏതോ ഒന്നില് മറന്നുപോയി, അതാണ്. സോറി. ഇനി എന്താ ചെയ്യ? അത് വിദ്യണ്ട്. റഷീദാണ്. ആദ്യം ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ. ഞാനിപ്പോ ഒന്ന് ഇയാളെ പുറത്താക്കും, എന്നിട്ട് വീണ്ടും ഒന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓ ശരി. ശരിയായല്ലോ, ശരിയായി. പ്രസന്റേഷൻ ശരിയായിട്ടില്ല സാറേ. ഇപ്പൊ കാണാവോ? 3/6/2022 മുതൽ 31/7/2023 വരെയുള്ള ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്ത് അതെല്ലാം എഴുതി അവസാനം ക്രെഡിറ്റ്സ് 290 ബാക്കിയുണ്ട്. ഓക്കെ, ഇനി എന്ന് മുതലാണ് ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്?
1/8 1/8/23 മുതൽ 31/7/24. 1/8/23 മുതൽ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ എനിക്ക് നാളെ മുതൽ ഏൺ ലീവ് സറണ്ടർ ചെയ്യണം. നാളെ മുതൽ 30 ഏൺ ലീവ് എനിക്ക് സറണ്ടർ ചെയ്യണം. അപ്പൊ 1/8/23 മുതൽ ഇന്നത്തെ ഡേറ്റ് ഇന്ന് 3/1/24 വരെയുള്ള ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യണം. 1/8/23 മുതൽ 3/1/24 വരെയുള്ള ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1/8 മാസം എത്ര ദിവസമുണ്ട്? 30 31 8/23 31 ദിവസമുണ്ട്. 9/23 വേഗം പറയൂ. 30. 10/23 31. 11/23 30. 12/23 31. 1/24 24 3 ദിവസം. 24 3 ദിവസം. ശരി. 1 2 3 3 6 3 3 6 3 9 3 12 3 15 156 ദിവസമല്ലേ? 156 ദിവസമാണ്. 1/8/23 മുതൽ 23 മുതൽ 3/1/24 വരെ 156 ദിവസം. ശരി, അടുത്ത ചോദ്യം. ഈ 156 ദിവസം മുഴുവനും ഡ്യൂട്ടി ഡേയ്സ് ആയിരുന്നോ? അല്ല. ഞാൻ 30 ദിവസം കമ്മ്യൂട്ടൽ ലീവ് എടുത്തിട്ടുണ്ട്. 156 ദിവസം 156 മുഴുവൻ ദിവസം എന്റെ ഡ്യൂട്ടി ഡേയ്സ് ആയിരുന്നില്ല. എന്തായിരുന്നു? 30 ദിവസം ഞാൻ കമ്മ്യൂട്ടർ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പൊ 156 നിന്ന് എത്ര കുറയ്ക്കണം? 30 കുറയ്ക്കണം. 30 ആണോ 60 ആണോ കുറയ്ക്കേണ്ടത്? 60 ആണോ കുറയ്ക്കേണ്ടത്? ഇദ്ദേഹം 30 ദിവസം കമ്മ്യൂട്ടർ ലീവ് എടുത്തു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്കൂളിലുള്ള ആബ്സെൻസ് 60 ദിവസമാണോ? അല്ല, അത് 30 ദിവസം. അപ്പൊ 30 ദിവസമാണ് നോക്കേണ്ടത്. എത്ര ദിവസമാണോ നമ്മൾ ആബ്സെന്റ് ആയിരുന്നത് അതാണ് നോൺ ഡ്യൂട്ടി ഡേയ്സ്. ബാക്കി എത്ര ഉണ്ടാവും? 126. ശരി, 126 എത്ര ഏൺ ലീവ്? 126 ഹരിക്കണം 11. 12 ഒരു 11. 16 ഒരു 11. ബാക്കി എത്ര ഉണ്ട്? 5. അപ്പൊ എത്ര കിട്ടി? 11 5/11 ഏൺ ലീവ് കിട്ടി. 11 5/11 ഏൺ ലീവ് കിട്ടി. അയ്യോ, എന്നോട് തെറ്റിപ്പോയതാ. തെറ്റിപ്പോയി. എന്താണ്? 30 ദിവസം അല്ലായിരുന്നു എന്റെ LWA. 10 ദിവസം ഉണ്ടായിരുന്നു എന്റെ LWA. സോറി, എന്റെ കമ്മ്യൂട്ടർ ലീവ് എത്ര ദിവസം ഉണ്ടായിരുന്നുള്ളൂ? 10 ഉണ്ടായിരുന്നു. അപ്പൊ 136 ഡ്യൂട്ടി ഡേയ്സ് ആണ് എനിക്കുണ്ടായിരുന്നത്. 136 ഹരിക്കണം 11. സാറേ 146 സാറേ ശരി, 146. ഓക്കെ, വെരി ഗുഡ്. 146 ദിവസം ഉണ്ടാവും. 146 വർക്കിംഗ് എന്താ പറയാ ഡ്യൂട്ടി ഡേയ്സ് ആണ് എനിക്കുണ്ടായിരുന്നത്. 146 ഹരിക്കണം 11. ഒരു 11 11. ബാക്കി എത്ര? 36 എത്ര? 3. 33. ബാക്കി 3. 3/11 ഏൺ ലീവ് ഉണ്ട്. എനിക്ക് എത്ര ലീവ് ഉണ്ട് ഈ കാലയളവിൽ? 13 3/11 ഏൺ ലീവ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ഡ്യൂട്ടി ഡേയ്സ് എത്ര? ടോട്ടൽ ഡ്യൂട്ടി ഡേയ്സ് 146 ദിവസം.
അതിന് അർഹതപ്പെട്ട ഏൺ ലീവ് എത്രയാണ്? 13/3/11. 13/3/11. യെസ്. ടോട്ടൽ ഏൺഡ് ലീവ്. ടോട്ടൽ ലീവ് ക്രെഡിറ്റ് 290 പ്ലസ് 13/3/11. അപ്പൊ എത്രേ? 290 പ്ലസ് 303/3/11. അപ്പൊ 300 ലീവ്. യെസ്, 303/3/11. 303/3/11 കൃത്യം നിൽക്കില്ല. എത്രേ നിൽക്കൂ? 300. 300 ദിവസം മാത്രമേ നിൽക്കൂ. 3/3/11 ഏൺ ലീവ് നടക്കാം. ശരി, ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ അടുത്ത ജൂണിലാണ് ഇത് കുറച്ച് ദിവസം സറണ്ടർ ചെയ്യാമെന്ന് വിചാരിച്ച് സർവീസ് ബുക്ക് നോക്കുന്നതെന്ന് വിചാരിച്ചോ. എന്ത് സംഭവിക്കും? അടുത്ത ജൂൺ 1-ാം തീയതിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അടുത്ത ജൂൺ 1-ാം തീയതിയാണ് ഞാൻ 30 ദിവസം സറണ്ടർ ചെയ്യാൻ അപേക്ഷ കൊടുക്കുന്നത് എന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കും? എത്തുന്നത് വരെ നഷ്ടപ്പെടും. യെസ്, 4/1/24 മുതൽ 31/5/24 വരെയുള്ള എന്റെ ഏൺ ലീവ് നഷ്ടപ്പെടും. കാരണം എന്താ? ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ക്രെഡിറ്റിൽ 300 നിൽക്കൂ അല്ലേ? ശരി, ഇത് ഞാൻ 1/6/24 ഞാനിത് സറണ്ടർ ചെയ്യുമ്പോ എന്റെ ക്രെഡിറ്റിൽ നിന്ന് 270 ലീവായി കുറയും. അപ്പൊ ഇനി എന്താണ്? എന്റെ ക്രെഡിറ്റിലേക്ക് ഏൺ ലീവ് വരും. എന്ന് മുതൽ വരും? എന്നാണ് സറണ്ടർ ചെയ്ത അന്ന് മുതൽ. യെസ്, അതാണ്. ഇനി അങ്ങോട്ടെ ഈ ഡ്യൂട്ടി ഡേയ്സ് എനിക്ക് ഒരു കാരണവശാലും തിരിച്ചു കിട്ടില്ല. ഇത് പോയത് തന്നെ 4/1/24 മുതൽ 31/5/24 വരെയുള്ള ഡ്യൂട്ടി ഡേയ്സ് എനിക്ക് കിട്ടില്ല. ഇനി 1/6/24 മുതലുള്ള ഡ്യൂട്ടി ഡേയ്സ് മാത്രമേ എനിക്ക് ഏൺ ലീവിന് പരിഗണിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. അത് വ്യക്തമായോ? ഇത് കാശ് പോകുന്ന ഇടപാടാണ്. അതുകൊണ്ട് വ്യക്തമായെങ്കിൽ മാത്രമേ വ്യക്തമായെന്ന് പറയാവൂ. ഇനി അതല്ലെങ്കിൽ പറയണമെങ്കിൽ ഞാൻ മുന്നോട്ട് പറയാം. ഒന്നുകൂടെ പറയണം. കേട്ടില്ല. ഇല്ല ഒന്നുകൂടി പറയണം. ഓക്കെ, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്.
നോക്കൂ, നമ്മളിപ്പോ പറഞ്ഞത് ഒരാളുടെ ക്രെഡിറ്റിൽ പരമാവധി സൂക്ഷിച്ചു വെക്കാവുന്ന ഏൺ ലീവിനെ കുറിച്ചാണ്. അതായത് ഒരാളുടെ ക്രെഡിറ്റിൽ 300 ലീവ് വന്നാൽ പിന്നീട് എന്നാണോ അതിൽ നിന്ന് നമ്മൾ ലീവായി എടുക്കുകയോ സറണ്ടർ ചെയ്യുകയോ ചെയ്യുന്നത്, അന്നത്തെ ഡേറ്റ് മുതൽ അങ്ങോട്ടുള്ള ഡ്യൂട്ടി ഡേയ്സ് മാത്രമേ ഏൺ ലീവിന് പരിഗണിക്കൂ. 300 തീയതി മുതൽ അതിൽ നിന്ന് എടുക്കുന്നത് വരെയുള്ള ഡ്യൂട്ടി ഡേയ്സ് നമുക്ക് നഷ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞത്. HM, GL, GF, LPS മ്യൂട്ടാവും. എങ്ങനെ ഒരാളുടെ ക്രെഡിറ്റിൽ 300 ഏൺ ലീവ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് 300 തീയതി മുതൽ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തീയതി വരെയുള്ള ഡ്യൂട്ടി ഡേയ്സിനെ അടിസ്ഥാനപ്പെടുത്തി ഏൺ ലീവ് കിട്ടില്ല. എന്നാണോ 300-ൽ കുറയുന്നത് അന്ന് മുതൽ തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങൾ മാത്രമേ ഏൺ ലീവിന് ഡ്യൂട്ടി ഡേയ്സ് ആയി പരിഗണിക്കൂ. അതാണ് പറഞ്ഞതിന്റെ സമ്മറി. ഇത് ആർക്കെങ്കിലും വ്യക്തമാവാതെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ എഴുതി കാണിക്കാം. അയ്യോ ലക്ഷ്മി ടീച്ചറെ ഒരു എന്താ ഒന്ന് അല്പം ഒന്ന് മാറിയുന്നേ. നെറ്റ് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് വ്യക്തമാണോ? ഓക്കെ. ഇനി അടുത്ത നമ്മൾ പരിശോധിക്കുന്നത്, നമ്മളെല്ലാവരും വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറിയവരാണ് അല്ലേ? നമ്മളെല്ലാവരും വെക്കേഷൻ വിഭാഗത്തിൽ നിന്ന് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറിയത്. ശരി, നമ്മുടെ ഹെഡ് മാസ്റ്ററായി പ്രൊമോഷൻ കിട്ടിയതോടുകൂടി വെക്കേഷൻ വിഭാഗത്തിൽ നിന്ന് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറി. ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നത് എപ്പോൾ? ഒന്നുകിൽ ഡ്യൂറിംഗ് ദ അക്കാഡമിക് ഇയർ, ഡ്യൂറിംഗ് ദ അക്കാഡമിക് ഇയറിലാണ് പ്രൊമോഷൻ കിട്ടുക. അതല്ലെങ്കിൽ എപ്പോഴായിരിക്കും? കലണ്ടർ ഇയർ ആവും. ഒന്നുകിൽ അക്കാദമിക് ഇയർ, ഡ്യൂറിംഗ് വെക്കേഷൻ, ഡ്യൂറിംഗ് വെക്കേഷൻ. ഇതല്ലാത്ത മറ്റേതെങ്കിലും സമയത്ത് പ്രൊമോഷൻ കിട്ടുമോ? ഡ്യൂറിംഗ് അക്കാദമിക് ഇയർ അല്ലെങ്കിൽ ഡ്യൂറിംഗ് വെക്കേഷൻ, ഇതല്ലാത്ത മറ്റൊരു സമയത്ത് ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടുമോ? ഇല്ലേ? ഇല്ല. ആരെങ്കിലും മരണപ്പെടും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വരില്ലേ? മരണപ്പെടുന്നത് ഒന്നുകിൽ എന്നായിരിക്കും? ജൂൺ 1-ാം തീയതി മുതൽ മാർച്ച് 31 വരെ, അതല്ലെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ മെയ് 31 വരെ. ഇതല്ലാത്ത മറ്റൊരു സമയം മരണപ്പെടുവോ? അതില്ല. അപ്പൊ ഒന്നുകിൽ ഡ്യൂറിംഗ് ദ അക്കാദമിക് ഇയർ അതല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ വെക്കേഷനിലാണ് ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടുക അല്ലേ? ശരിയല്ലേ? സാറേ വെക്കേഷനില് ഇടയ്ക്ക് വെച്ചിട്ടും ഉണ്ടാവും, വെക്കേഷനിലെ പിന്നെ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവില്ലേ? അതുണ്ടാവും. അതെങ്ങനെയെന്ന് ഞാൻ പറയാം. ശരി,
ഡ്യൂറിങ് ദ അക്കാദമിക് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ അക്കാദമിക് ഇയർ എന്ന് പറഞ്ഞാൽ? റീ ജൂൺ 1 മുതൽ റീ ഓപ്പണിംഗ് ഡേ മുതൽ റീ എന്താണ് ഓപ്പണിംഗ് ഡേ മുതൽ സമ്മർ വെക്കേഷന് ക്ലോസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ. അത് മിക്കവാറും മാർച്ച് 31 വരെ ആയിരിക്കും, അല്ലെങ്കിൽ എന്നാണോ ക്ലോസ് ചെയ്യുന്നത് അതുവരെ. അതാണ് ഡ്യൂറിങ് ദ അക്കാദമിക് ഇയർ എന്ന് പറയുന്നത്. ഈ അക്കാദമിക് ഇയറിന്റെ ഇടയിലാണ് ഒരാൾ പ്രൊമോഷൻ ആവുന്നത് എങ്കിൽ, ഈ അക്കാദമിക് ഇയറിന്റെ ഇടയിലാണ് ഒരാൾ പ്രൊമോഷൻ ആവുന്നത് എങ്കിൽ അയാളുടെ എൻഡി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ജൂൺ മുതലുള്ളത്. സപ്പോസ് ഒരാൾക്ക് 1/8/2023 1/8/2023 ഒരു പ്രൊമോഷൻ ലഭിച്ചു. ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇയാള് എന്ന് ഹെഡ് മാസ്റ്റർ ആയതായി കണക്കാക്കും? 1/6 ആ വർഷത്തെ റീ ഓപ്പണിംഗ് ഡേ മുതൽ ഹെഡ് മാസ്റ്റർ ആയതായി കണക്കാക്കും. ദാറ്റ് മീൻസ് 1/6/23 മുതൽ ഇദ്ദേഹം ഹെഡ് മാസ്റ്ററായി കണക്കാക്കും. യഥാർത്ഥത്തിൽ ഇദ്ദേഹം HM ആയതപ്പോ 1/8/23 ഡേറ്റ് ഓഫ് പ്രൊമോഷൻ 1/8/23 പക്ഷെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 1/6/23 എന്താണ് അദ്ദേഹം അവസാനമായി അനുഭവിച്ച വെക്കേഷന്റെ പിറ്റേ ദിവസം മുതൽ ഇദ്ദേഹം വെക്കേഷൻ വിഭാഗത്തിൽ നിന്ന് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറിയതായി കണക്കാക്കും. ക്ലിയർ ആണോ? ഇനി ഈ ടീച്ചർ 1/8 പ്രൊമോഷൻ ആവുന്നത്. സപ്പോസ് 1/12/23 പ്രൊമോഷൻ ആവുന്നതെന്ന് വിചാരിക്കും. 1/12/23 ഇദ്ദേഹം പ്രൊമോഷൻ ആവുന്നത്. എന്ന് മുതൽ ഇദ്ദേഹം ഏൺ ലീവ് കാൽക്കുലേഷന് വേണ്ടി വെക്കേഷൻ വിഭാഗത്തിൽ നിന്ന് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറിയതായി കണക്കാക്കും. ഇദ്ദേഹം അവസാനം അനുഭവിച്ച വെക്കേഷന്റെ പിറ്റേ ദിവസം മുതൽ 1/6 അല്ലേ? 1/6/23 മുതൽ. അല്ലേ? ശരി, ഇയാൾ 1/6/23 പ്രൊമോഷൻ ആവുന്നു. സപ്പോസ് വരാൻ പോകുന്നതാ പറയുന്നത്, കഴിഞ്ഞതല്ല, വരാൻ പോകുന്ന സംഗതിയാ പറയുന്നത്. ഒരാള് 1/4/24 പ്രൊമോഷൻ ആവുന്നു, വരാൻ പോകുന്നു. മാർച്ച് 31 ഒരു സ്കൂളിലെ HM റിട്ടയർ ചെയ്യുന്നു. 1/4/24 ഒരാൾ പ്രൊമോഷൻ ആവുന്നു. ഈ വർഷം എന്നാണ് സ്കൂൾ ക്ലോസ് ചെയ്യുക? മാർച്ച് 31 തന്നെയാണോ? 27 മാർച്ച് 27 ക്ലോസ് ചെയ്യും അല്ലേ? സപ്പോസ് മാർച്ച് 27 അല്ല, മാർച്ച് 31 ക്ലോസ് ചെയ്യുമെന്ന് വിചാരിക്കും. മാർച്ച് 31 ക്ലോസ് ചെയ്യും. അല്ല, അത് വേണ്ട. നമുക്കൊരു കഴിഞ്ഞ കേസ് പറയാം. ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണ സാധ്യതയുണ്ട്. HM ആവണമെങ്കിൽ പിന്നെ ഏപ്രിൽ 1 തന്നെ ആവണ്ടേ? മാർച്ച് 31 വരെ ഉണ്ടാവില്ലേ HM? നിലവിലുള്ള HM മാർച്ച് 31 വരെ ഉണ്ടാവൂലേ അവരെ? ഉണ്ടാവാം. അതുകൊണ്ടെന്താ? അല്ല, അന്നേരം പുതിയ HM ആവുക ഏപ്രിൽ 1 ആവൂ? ഏപ്രിൽ 1. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ അടുത്ത പറയാം. ഒരാള് 1/4/2019
പ്രൊമോഷൻ ആവുന്നു 1/4/2019. 31/3/2019 വരെ നിലവിലുള്ള ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. 31/3/2019 അദ്ദേഹം റിട്ടയർ ചെയ്തു. 1/4/19 ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ആ വർഷം സ്കൂള് സമ്മർ വെക്കേഷൻ ക്ലോസ് ചെയ്തത് 31/3/2019 സമ്മർ വെക്കേഷന് സ്കൂൾ ക്ലോസ് ചെയ്തത് 31/3/2019. ഇദ്ദേഹത്തിന് എന്ന് മുതൽ ഏൺ ലീവ് ലഭിക്കും? അതായത് തത്വം എന്താണ്? എന്ന് മുതൽ എന്നുള്ളത് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മറുപടി എന്തായിരിക്കണം? ഇദ്ദേഹം അവസാനം അനുഭവിച്ച വെക്കേഷന്റെ പിറ്റേ ദിവസം മുതൽ. 1/6/18. 31/3/2019 വരെ ഇദ്ദേഹം ജോലിയിലുണ്ടായിരുന്നു. 1/4/19 വെക്കേഷൻ കിട്ടാതെ, വെക്കേഷൻ അനുഭവിക്കാൻ കഴിയാതെ ഹെഡ്മാഷായി. അപ്പൊ അവസാനം അനുഭവിച്ച വെക്കേഷൻ എന്നാണ്? 1/6/18. 1/6/18 മുതൽ 1/6/2018 മുതൽ ഇദ്ദേഹം വെക്കേഷൻ വിഭാഗത്തിൽ നിന്ന് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറിയതായി കണക്കാക്കും. വ്യക്തമാണോ പറഞ്ഞത്? ശരി. ഇനി ഈ വർഷത്തെ കാര്യം പറയാം. ഈ വർഷം മാർച്ച് 2024 മാർച്ച് 27 27/3/2024 വൈകുന്നേരം സ്കൂള് ക്ലോസ് ചെയ്യും. ക്ലോസിംഗ് ഡേറ്റ് എന്ന് മുതൽ വെക്കേഷൻ ആരംഭിക്കും? പറയും. 28/3/2024 വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. 1/4/2024 ഒരാളെ ഹെഡ് മാസ്റ്ററായി പ്രൊമോട്ട് ചെയ്തു. ശരി. ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് എന്ന് ആരംഭിക്കും? 1/4 മുതൽ 24 മുതൽ. അപ്പൊ ഉടൻ തന്നെ വരേണ്ടത് എന്താ നമ്മുടെ മറുപടി? ലാസ്റ്റ് ഇദ്ദേഹം വെക്കേഷൻ അവസാനം അനുഭവിച്ച വെക്കേഷന്റെ പിറ്റേ ദിവസം മുതൽ. 4 ദിവസം വെക്കേഷൻ അനുഭവിച്ചു. ഇയാൾ അവസാനം ഒരു വെക്കേഷൻ അനുഭവിച്ചിട്ടില്ല. കാരണം അതൊരു വെക്കേഷൻ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, മുഴുവനായും എൻജോയ് ചെയ്തിട്ടില്ല. വെക്കേഷന്റെ ഇടയിലാണ് പ്രൊമോഷൻ, അല്ലേ? ഇദ്ദേഹത്തോട് ചോദിക്കാം, നിങ്ങൾ അവസാനം അനുഭവിച്ച വെക്കേഷൻ ഏതാന്ന് ചോദിച്ചാൽ 2023-24 വെക്കേഷൻ ഇദ്ദേഹം അനുഭവിച്ചോ? ഇല്ല. 22-23 ഞാൻ എന്റെ ലാസ്റ്റ് വെക്കേഷൻ എന്ന് പറയാൻ ഈ കേസ് പറ്റുമോ? കാരണം ഇയാള് ഒരു ഡ്യൂറിംഗ് ദ വെക്കേഷന്റെ ഇടയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രൊമോഷൻ. അതേസമയത്ത് തൊട്ടു മേലെ നമ്മൾ പറഞ്ഞ കേസിൽ എന്തായിരുന്നു? 31/3/2019 സ്കൂൾ ഉണ്ടായിരുന്നു. 1/4/2019 ഒരാളെ പ്രൊമോഷൻ ആകുമ്പോൾ അയാളോട് നിങ്ങൾ അവസാനം അനുഭവിച്ച വെക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് കറക്റ്റായ ഒരു മറുപടി ഉണ്ട്. 18/19 ദാറ്റ് മീൻസ് 1/6/18 മുതൽ അദ്ദേഹത്തിന് ഏൺ ലീവ് ലഭിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? പ്രൊമോഷൻ ഡ്യൂറിങ് ദ വെക്കേഷനിലാണ്, വെക്കേഷന്റെ ഇടയിലാണ് പ്രൊമോഷൻ. വെക്കേഷന്റെ ഇടയിൽ പ്രൊമോഷൻ ലഭിച്ചാൽ എന്ത് സംഭവിക്കും? ആ വെക്കേഷൻ കഴിഞ്ഞു മാത്രമേ ഇദ്ദേഹത്തിന് ഏൺ ലീവ് ലഭിക്കൂ. എങ്ങനെ? റൂൾ
78 പ്രകാരമുള്ള ഏൺ ലീവ് ലഭിക്കുന്നത് എപ്പം മാത്രമാണ്? 1/6. യെസ്, ഇദ്ദേഹത്തിന് 1/6/2024 മുതലാണ് 1/11 എന്നുള്ള നിരക്കിൽ ഏൺ ലീവ് ലഭിക്കൂ. എവിടെ മുതൽ ലഭിക്കില്ല? 1/4/2024 ഹെഡ്മാസ്റ്ററായി പ്രൊമോഷൻ ലഭിച്ച അന്ന് മുതൽ ഏൺ ലീവ് ലഭിക്കില്ല. 1/6/2024 മുതലേ ഇദ്ദേഹത്തിന് ഏൺ ലീവ് ലഭിക്കൂ. ഇതുകൊണ്ട് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന നഷ്ടം എന്താണ്? 2 മാസം ജോലി ചെയ്യണം. 2 മാസം ജോലി ചെയ്യണം, പക്ഷെ ഏൺ ലീവ് ഇല്ല. പക്ഷെ ഒരാശ്വാസമുണ്ട്. എന്താ ആശ്വാസം? ഇദ്ദേഹത്തിന്റെ വെക്കേഷൻ പ്രിവെന്റ് ചെയ്യപ്പെട്ടു ഭാഗികമായി. മുഴുവനും വെക്കേഷൻ പ്രിവെന്റ് ചെയ്തിട്ടില്ല, ഭാഗികമായി വെക്കേഷൻ പ്രിവെന്റ് ചെയ്യപ്പെട്ടു. ഭാഗികമായി വെക്കേഷൻ പ്രിവെന്റ് ചെയ്യപ്പെട്ടാൽ റൂൾ 81 അനുസരിച്ച് N/B/30 അനുസരിച്ച് ഏൺ ലീവ് ലഭിക്കും. എന്ന് മുതൽ 1/4/2024 മുതൽ 3 ഈ പ്രാവശ്യം 2024-25 എന്നാ സ്കൂൾ തുറക്കുന്നത്? 1-ാം തീയതി. 1-ാം തീയതി സാർ. 1-ാം തീയതി തന്നെ തുറക്കും അല്ലേ? ഒന്നല്ല 3-ആ. 1 ശനിയാ. അപ്പൊ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ 2/6/2024 വരെയാണ് വെക്കേഷൻ. 1/4/2024 മുതൽ 2/6/2024 വരെയാണ് വെക്കേഷൻ. 28 ഈ വെക്കേഷൻ ഇദ്ദേഹം മുഴുവനായും നഷ്ടപ്പെട്ടോ? മുഴുവനായും വെക്കേഷൻ നഷ്ടപ്പെട്ടോ? ഇല്ല. 28/3/24 മുതൽ 31/3/24 വരെയുള്ള വെക്കേഷനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അല്ല, ഇത്രയും വെക്കേഷൻ ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. 28/3/24 മുതൽ 31/3/24 വരെയുള്ള വെക്കേഷൻ ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. 1/4/24 മുതൽ 2/6/24 വരെയുള്ള എത്ര ദിവസം നഷ്ടപ്പെട്ടു? 4-ാം മാസം 30, 5-ാം മാസം 31, 6-ാം മാസം 2 ദിവസം. 63 ദിവസത്തെ വെക്കേഷൻ നഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യത്തെ ടോട്ടൽ വെക്കേഷൻ എത്രയായിരുന്നു? ഏ 28, 29, 30. യെസ്, 66 ദിവസത്തിൽ നഷ്ടപ്പെട്ടു. 63 ദിവസം നഷ്ടപ്പെട്ടു. 30-ന് ആനുപാതികമായി ഏൺ ലീവ് എത്ര കിട്ടും? 63/66 × 30. പറ. $29, $30 കിട്ടുമോ? 29 കിട്ടും സാർ. കറക്റ്റ് 29.5 ഉണ്ടാവും. 28.6. യെസ്. അപ്പൊ 29 ദിവസത്തെ ഏൺ ലീവ് N/B/30 അനുസരിച്ച് 29 ഡേയ്സ് ഏൺ ലീവ്. എന്ന് മുതൽ 1/4/24 മുതൽ 2/6/24 വരെ. 2/6/24 വരെ. പിന്നീട് 3/6/24 മുതൽ 1/11 എന്നുള്ള നിരക്കിൽ വേണ്ടി വരും. 3/6/24 മുതൽ മാത്രമാണ് 1/11 എന്നുള്ള രീതിയിൽ ഏൺ ലീവ് ലഭിക്കുന്നത്. എന്റെ അടുത്ത് എന്റെ ഒരു സുഹൃത്ത് വന്നു. റിയലി ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതല്ല, റിയലി ഒരു ഹൈസ്കൂൾ HM എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം പ്രൊമോഷൻ ആയത്
3/4/2021 3/4/2021 പ്രൊമോഷൻ. 3/4/2021 പ്രൊമോഷൻ. 31/5/2023 ഇദ്ദേഹം റിട്ടയർ ചെയ്തു. 31/5/2023 റിട്ടയർ ചെയ്തു. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ ഏൺ ലീവ് ടേമിനൽ സറണ്ടർ റിട്ടയർ ചെയ്തില്ലേ, ബാക്കിയുള്ള ഏൺ ലീവ് ടേമിനൽ സറണ്ടർ കൊടുക്കുന്നതിന് DEO ഒരു കാൽക്കുലേഷൻ നടത്തി അത് ഇദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് നോക്കണം. അതാണ് അയാളുടെ പ്രശ്നം. ശരി, ഒന്ന് അയാളെ സഹായിക്കാൻ എന്താ ചെയ്യാ? ഇദ്ദേഹത്തിന്റെ പ്രൊമോഷൻ എന്നാണ് 3/4/2021 മുതലാണ്. എന്ന് വരെ 31/5/2023 വരെ. ഈ കാലയളവിനിടയില് 24 ദിവസത്തെ കമ്മ്യൂട്ടർ ലീവും 2 ദിവസത്തെ സ്ട്രൈക്കും, അങ്ങനെ 26 ദിവസത്തെ നോൺ ഡ്യൂട്ടി പീരീഡും ഉണ്ട്. ശരി, ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് എന്ന് മുതൽ എന്ന് വരെ കാൽക്കുലേറ്റ് ചെയ്യും. 3/4/2021 പ്രൊമോഷൻ. 31/5/2023 അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആണ്. ഏൺ ലീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും? പറയൂ. ആ വെക്കേഷൻ ലോസ് ആയ സമയം നമുക്ക് 10/v വെച്ചിട്ട് കാണാം. ബാക്കിയുള്ള ദിവസത്തിന് 26 ദിവസം കുറച്ച്. എന്ന് പറഞ്ഞാൽ 3-ാം തീയതി 3/4/2021 മുന്നേ വെക്കേഷൻ എന്താന്ന് അറിയണം. വെക്കേഷൻ എത്ര ദിവസം ഉണ്ടെന്ന് അറിയണം. 3-4 വെക്കേഷന് നേരത്തെ തുടങ്ങി തോന്നുന്നു അല്ലെ? വെക്കേഷൻ ഇല്ലല്ലോ അന്നേരം 21-ന് കോവിഡിന്റെ പ്രശ്നം. കൊറോണ കോവിഡ് സമയ 21-ാം തീയതി 21/3/2020 ക്ലോസ് ചെയ്തു അല്ലേ? ഓർമ്മയില്ലേ? 21/3/2020 ക്ലോസ് ചെയ്തു. പിന്നെ റീ ഓപ്പൺ ചെയ്യുന്നത് 1/11/2021. നവംബർ മാസത്തിലാണ് സാറേ 1/11/2021 റീ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇദ്ദേഹത്തിന്റെ പ്രൊമോഷൻ എപ്പാണ്? 3/4/2021. അത് വെക്കേഷനിലാണോ അതല്ല ഡ്യൂറിംഗ് ദ അക്കാദമിക് ഇയറിലാണോ? വെക്കേഷൻ ആണെന്ന് പറയാനാവോ? കുറഞ്ഞ ദിവസം കണക്കാക്കി വന്നിട്ടില്ലല്ലോ കോവിഡിന്റെ സമയത്ത്. എന്ത് ചെയ്യും പറ? ഇദ്ദേഹം ആക്ച്വലി റിട്ടയർ ചെയ്തു. ഇദ്ദേഹത്തിന് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടണം. എന്താണ് വഴി? ശരി, 3/4/2021 അത് ഒരു വെക്കേഷന്റെ ഇടയിലാണ് പ്രൊമോഷൻ എങ്കിൽ 3/4 മുതല് 1/4-നാണോ വെക്കേഷൻ എന്ന് പറയാവോ? കഴിഞ്ഞ ഒരു വർഷം മുമ്പേ സ്കൂൾ ക്ലോസ് ചെയ്തതാണ്. ആ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന കാലം വെക്കേഷൻ ആണെന്ന് പറയാനാവോ? പക്ഷെ ഓൺലൈനായിട്ട് പഠനം തുടങ്ങി സ്കൂൾ തുറന്നു എന്നല്ലേ സാർ അന്നേരം പറഞ്ഞേ? ഓൺലൈൻ പഠനം ഉണ്ടായിരുന്നു, സ്കൂൾ തുറന്നു. ജൂൺ 1-ന് പ്രവേശനോത്സവം ഒക്കെ നടത്തിയില്ല ഓൺലൈൻ. ഓൺലൈനാ നടത്തിയത്. അപ്പൊ അത് തുറന്നു എന്നല്ലേ സങ്കല്പം? ഓൺലൈൻ വീട്ടിൽ ഇരുന്ന് നടത്തിയതല്ലേ? അറ്റൻഡൻസ് കൊടുത്തിട്ടില്ല. പിന്നെ ചെറുമാര് പോയി കൊടുത്തില്ല. ഹെഡ് മാഷന്മാർ പോയിരുന്നു അന്നേരം? ഇല്ലല്ലോ.
കുറെ കണ്ടെയ്ൻമെന്റ് സോൺ അല്ല പോയി കുറെ പേര് പോയല്ലോ. പോയി അച്ഛന്മാര് പോയിട്ടുണ്ട് സർ. വരില്ലല്ലോ. അപ്പൊ നിങ്ങളടുത്ത് നിന്ന് 2 പോയിന്റ് കിട്ടി. സ്കൂളിൽ ചെന്ന് ഓൺലൈൻ ക്ലാസ് എടുത്തവരുണ്ട്. ഒന്ന്, ആ സമയത്ത് ഹെഡ് മാഷന്മാര് പോയിരുന്നു ഇല്ലേ? പോയിട്ടുണ്ട് സാർ. അതായത് ഈ കണ്ടെയ്ൻമെന്റ് സോൺ ഒക്കെ അല്ലാത്ത സ്ഥലങ്ങളിലും കോവിഡ് ഒന്നും അല്ല, ഇല്ലാത്ത അവർ നിയമപ്രകാരം പോകണമായിരുന്നോ എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. നിങ്ങൾ പോയിട്ടുണ്ടാവും എലി കയറുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിങ്ങൾ പോയിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷേ അത് 21 ഓഫീസ് ഉണ്ടായിരുന്നില്ല സാറേ? 21 ഏപ്രിലൊക്കെ ഓഫീസ് ഇല്ലായിരുന്നോ? ഓഫീസ് ഉണ്ടായിരുന്നു സാർ. ഒരു കുറച്ച് 21 ദിവസം ഓഫീസ് ഉണ്ടായിരുന്നോ? ഉണ്ട് നമ്മളൊക്കെ പോയതാ. ഏപ്രിലൊക്കെ ഓഫീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഉണ്ടായിരുന്നു. അറ്റൻഡൻസ് മാർക്ക് ചെയ്തൂല്ലോ ഞങ്ങള്. അതെ, പട്ടികയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പിട്ടു. കേസുകൾ ഒപ്പിട്ടതാണ്. അപ്പം ആ കാലത്ത് ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോഴും അടുത്ത പ്രശ്നം എന്താണ്? ഇദ്ദേഹം വെക്കേഷന്റെ ഇടയിലാണ് പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് എങ്കിൽ, വെക്കേഷന്റെ ഇടയിലാണ് പ്രൊമോട്ട്. ഇദ്ദേഹത്തിന്റെ വെക്കേഷൻ എന്നാരംഭിച്ചു? അതിനൊരു ഡേറ്റ് പറയാൻ പറ്റുമോ? 21/3. എങ്ങനെ? 20 സ്കൂൾ അടച്ചു എന്ന് പ്രഖ്യാപിച്ചല്ലോ. 20 സ്കൂൾ അടച്ചു. വെക്കേഷൻ എന്ന് പറഞ്ഞാല് എപ്പോ ആരംഭിക്കുന്നതാണ്? ഏപ്രിൽ 1 മുതൽ, അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേ മുതൽ റീ ഓപ്പണിംഗ് ഡേ വരെയാണ്. അപ്പൊ 1.5 വർഷം. 1.5 വർഷത്തെ വെക്കേഷൻ കിട്ടുക. ജൂൺ ജൂലൈ ഒക്കെ വെക്കേഷൻ ആണെന്ന് എങ്ങനെയാ പറയാനാവുക? പക്ഷെ അത് ഓൺലൈൻ പ്രവേശനോത്സവം നടത്തി സ്കൂളിൽ നിന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അറ്റൻഡൻസ് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അറ്റൻഡൻസ് ഇട്ടു. വർക്കിന്റെ ഇട്ടല്ല നമ്മള് പ്രൊമോഷന് കുട്ടികൾക്ക്. നവംബർ 1 മുതലല്ലേ സാറേ നമുക്ക് തുടങ്ങിയത്? അതെ, നവംബർ 1-ന് എന്ത് ചെയ്തിട്ടുള്ളൂ? കുട്ടികൾ സ്കൂളിൽ വന്നുള്ളൂ. സ്കൂള് വന്നിട്ടുള്ളൂ. പിന്നെയോ ഒക്ടോബർ 1 മുതലേ, അല്ല ഒക്ടോബർ 11 മുതലേ നിങ്ങൾ സ്കൂളിൽ പോയിട്ടുള്ളൂ. ശരി. ഈ കേസിൽ നവംബർ 1 മുതൽ അവസാനം ഞാൻ പറഞ്ഞത് 3/4/21 പ്രൊമോഷൻ ആയില്ലേ? തൽക്കാലം 3/4/21 മുതൽ 31/5/23 വരെയുള്ള ഡ്യൂട്ടി ഡേയ്സിനെ അടിസ്ഥാനപ്പെടുത്തി ഏൺ ലീവ് വാങ്ങുക. 3/4/21 ഒരു എന്താണ് പ്രൊമോഷൻ ആയ ഡേറ്റ് മുതൽ, അത് നിയമപ്രകാരം ശരിയോ തെറ്റോ എന്ന് പറയാനാവില്ല. കാരണം ഈ ഒരു കേസിൽ ഗവൺമെന്റ് ആണ് ക്ലാരിഫൈ ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്ന്. ഗവൺമെന്റ് പറയണം എന്ത് ചെയ്യണമെന്ന്. അത് പറയാത്തത് കൊണ്ട് തൽക്കാലം ഇദ്ദേഹം റിട്ടയർ ചെയ്തുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത് 3/4/21 മുതൽ 31/5/23 വരെയുള്ള ഡ്യൂട്ടി ഡേയ്സ് കണക്കാക്കി എന്ത് ചെയ്യുക? തൽക്കാലം ഏൺ ലീവ് കിട്ടുന്നത് വാങ്ങുക. അതിനുശേഷം നമുക്ക് ബാക്കി ഉള്ള കാലയളവ് എങ്ങനെ പരിഗണിക്കണം എന്ന് പറഞ്ഞു നോക്കാം. ഇങ്ങനെ കുറെ പേർക്ക് ഈ കേസ് ഉണ്ടാവും. ശരിക്കും ഇത് വെക്കേഷൻ ആണോ സാറേ? അപ്പൊ ശരിക്കും വെക്കേഷൻ ആണോ അത്? ഇത് വെക്കേഷൻ ആണെന്ന് പറയാനാവോ? 3/4/21 മുതൽ 31/5/23 വരെയുള്ള വർക്കിന്റെ വെച്ചിട്ട് ആണ്. അതെ, 3/4/21 മുതൽ 31/5/23 വരെയുള്ള ടോട്ടൽ വർക്കിംഗ് ഡേയിൽ നിന്ന് 26 ദിവസത്തെ നോൺ ഡ്യൂട്ടി പീരീഡ് കുറച്ച് എത്ര ദിവസം കിട്ടുമോ അതെന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷെ എന്താണ്, ഇതൊരു നിയമത്തിന്റെ പിൻബലത്തോടു കൂടി ചെയ്തതല്ല. ഇങ്ങനെ ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ തൽക്കാലം ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ 3/4/21 മുതൽ 31/5/23 വരെയുള്ള പീരീഡ് വാങ്ങിച്ചു എന്ന് മാത്രം. ഒരുപാട് പേർക്ക് ഈ ഒരു ചുരുള് അഴിയാനുണ്ട് ഇല്ലേ? ഇയാള് റൂൾ പ്രകാരം പോവുകയാണെങ്കിൽ 1/6 വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള വെക്കേഷൻ പ്രിവെന്റ് ചെയ്തതിന് ഏൺ ലീവ് കിട്ടണ്ടേ? ശരി, N/V/30 നമുക്ക് കണക്കാക്കാം 3-ാം തീയതി മുതൽ ഇങ്ങോട്ട്. പക്ഷേ ടോട്ടൽ ഡേയ്സ് ഓഫ് വെക്കേഷൻ എത്രയാണ്? അവിടെയാണ് പ്രശ്നം.
അവിടെയാ പ്രശ്നം. അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അതിനെന്തെങ്കിലും നിയമം വരേണ്ടി വരും അല്ലെ? അന്ന് അല്ലെങ്കിൽ വന്നിട്ടില്ലല്ലോ. ഗവൺമെന്റ് ക്ലാരിഫൈ ചെയ്യണം, ഇന്നത് മുതൽ ഇന്ന വരെയാണ്, ഇന്നത് മുതൽ ഇന്നത് വരെ സാധാരണ ഉള്ളതുപോലെ 1/6 മുതൽ റീ ഓപ്പണിംഗ് ഡേ ആയും 31/5 ക്ലോസിംഗ് ഡേ ആയും കണക്കാക്കി അധ്യാപകരുടെ ഏഡ് ലീവും മറ്റാനുകൂല്യങ്ങളും കൊടുക്കാമെന്ന് പറയണം. ഇയാള് ഇത് ചെയ്ത് കൊടുക്കുകയും ഒരു അപ്പീൽ തള്ളുകയും അപ്പീൽ കൊടുക്കുകയും ചെയ്യണം. അല്ല, ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ DO തരാന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ DO കൊടുക്കാന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇത്രയും കാലത്ത് ജോലി ചെയ്തിട്ടുണ്ട് എന്നും അതുകൊണ്ട് ആ കാലത്ത് 1/4 ക്ലോസ് ചെയ്തതായി കണക്കാക്കി 31/5/2022 റീ ഓപ്പണിംഗ് ഡേ ആയും കണക്കാക്കി ഏൺ ലീവ് തരണം എന്ന് പറയാം. അതാ വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാതെ അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഇല്ലേ? പ്രശ്നമില്ലേ? കുറെ പേർക്കുണ്ട്. ആ സാറേ മറ്റേ നിപ്പ സമയത്തൊക്കെ പ്രത്യേകം ഒരു ഓർഡർ ഇറക്കിയതല്ലേ 72 ആക്കിയിട്ട്, അതുപോലെ വരികയായിരിക്കും. അതേപോലെ ഈ കേസിൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല, വന്നിട്ടില്ല. വന്നിട്ടില്ല. അത് നമുക്കൊക്കെ അതുകൊണ്ട് പൈസ തിരിച്ചു പിടിച്ചല്ലോ സറണ്ടറൊക്കെ ചെയ്തപ്പോ. യെസ്. സാർ നമുക്ക് ടീച്ചർ ആയിരിക്കുമ്പോഴേ ഫുൾ അഡീഷണൽ ചാർജ് കിട്ടിയെന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് ഈ പറയും പോലെ വെക്കേഷൻ പ്രിവെന്റ് ലീവ് കിട്ടും. നിങ്ങളുടെ വെക്കേഷൻ പ്രിവെന്റ് ചെയ്തില്ലേ? അത് നമുക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് HM ആയി കഴിയുമ്പോൾ നമുക്ക് ടെർമിനൽ സലണ്ടർ ആയിട്ട് എടുക്കാൻ പറ്റും. മതി, എടുക്കാം, കൂട്ടി വെക്കാം. പിന്നീട് ടെർമിനൽ സറണ്ടറായി ഇത് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇവിടെ വെക്കേഷൻ ട്രെയിനിങ്ങിന് പോവില്ല സാറേ? വെക്കേഷൻ ട്രെയിനിങ്ങിന് പോകുന്നത് നമുക്ക് ഇങ്ങനെ കൂട്ടി വെക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വെക്കേഷൻ ട്രെയിനിങ്ങിന് പോകുന്നു കൂട്ടി വെക്കാം. കൂട്ടി വെക്കാൻ പാടില്ലാത്ത ഒരെണ്ണം മാത്രം, അതായത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അതിന് ഇൻവിജിലേറ്ററായി പോകുന്നത് ഇതേപോലെ കൂട്ടി വെക്കാൻ പറ്റില്ല. അത് സറണ്ടർ ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈടാക്കാൻ പറ്റുന്ന രീതിയിൽ സെപ്റ്റംബർ 30 മുമ്പേ അത് സറണ്ടർ ചെയ്ത് വാങ്ങണം. ബാക്കി എല്ലാ ഏൺ ലീവും നമുക്ക് കൂട്ടി വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പം ലീവായി എടുക്കാം, സറണ്ടർ ചെയ്യാം. ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ടെർമിനൽ സറണ്ടറായി വാങ്ങിക്കുകയും ചെയ്യാം. പക്ഷെ അതാത് സമയം എൻട്രി ചെയ്യണമല്ലോ സാർ. ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്സ് സൂക്ഷിച്ചു വെക്കണം അല്ലേ? അതെ, ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും സൂക്ഷിച്ചു വെക്കണം. ഇല്ലായിരുന്നല്ലോ PF പോയത്, ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ സറണ്ടർ ഇതിന്റെ ഇടയ്ക്ക് കിട്ടാതെ വന്നു, പിന്നെ PF പറഞ്ഞു. ഇപ്പൊ അത് വീണ്ടും സ്റ്റേ വന്നില്ലേ? ഇപ്പൊ ഉണ്ടോ വീണ്ടും? കിട്ടുന്നുണ്ട് ടീച്ചറെ, ഞങ്ങൾക്ക് ഇപ്പൊ സാങ്ഷൻ ആയി, കൊടുക്കുന്നുണ്ട്, പാസ്സായി. ഞങ്ങളത് 2-3 വർഷത്ത് തന്നെയാണ് ശരിയായപ്പോഴേക്ക് ആ സ്റ്റേ വന്നു. അങ്ങനെ ഇപ്പൊ ചെയ്യാലേ? ശരി. അപ്പൊ നമ്മളിപ്പം പറഞ്ഞു വന്നത് എന്തിനെ കുറിച്ചായിരുന്നു? വെക്കേഷൻ വിഭാഗത്തിൽ നിന്ന് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറുമ്പോൾ എന്ന് മുതൽ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് പറയാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. എന്നോടൊരു ടീച്ചർ ചോദിച്ചിരുന്നു, എനിക്ക് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതുപോലെ ഒരു 2019 1/4/2019 മുതൽ പ്രധാന അധ്യാപികയായതാണ്. അവർക്ക് 1/4/19 മുതൽ മാത്രമേ AEO ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവർ പ്രൊമോഷനായ 1/4/2019 മുതൽ മാത്രമേ അവർക്ക് ഏൺ ലീവ് കൊടുത്തിട്ടുള്ളൂ. അതാണോ അവർക്ക് അർഹത? 1/6/18 മുതൽ കിട്ടും. അല്ല, ആ വർഷം ക്ലോസിംഗ് ഡേറ്റ് 28-ലോ മറ്റോ, 28-ാം തീയതിയോ മറ്റോ. 27/3 സർ. 27-ാണ് ക്ലോസിംഗ് ഡേറ്റ്. അപ്പൊ 28 മുതൽ പേയ്മെന്റ് അല്ല, 28. അതെങ്ങനെയാ?
എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1/4/21 മുതൽ റീ ഓപ്പണിംഗ് ഡേ വരെ. ഹലോ, റെഡി? അതായത് ആ വർഷം സ്കൂൾ ക്ലോസ് ചെയ്തത് 28-നാണ് അല്ലേ? 29, 30, 31 3 ദിവസത്തെ വെക്കേഷൻ അനുഭവിച്ചതിന് ശേഷമാണ് 1/4/19 ഇവര് പ്രൊമോഷൻ ആവുന്നത് അല്ലേ? അപ്പൊ ഇവരുടെ വെക്കേഷൻ ഇവരുടെ പ്രൊമോഷൻ വെക്കേഷന്റെ ഇടയിലാണ്. ശരി, എങ്കിൽ ആ വെക്കേഷൻ കഴിഞ്ഞു മാത്രമേ ഏൺ ലീവ് ലഭിക്കൂ. അത് ഓർക്കാൻ പറ്റില്ലേ? ശരി, അപ്പൊ 1/11 എന്നുള്ള നിരക്കിൽ ഏൺ ലീവ് ആരംഭിക്കുന്നത് റീ ഓപ്പണിംഗ് ഡേ മുതൽ. നേരത്തെ പറഞ്ഞതുപോലെ 29, 30, 31 3 ദിവസത്തെ വെക്കേഷൻ ഇദ്ദേഹത്തിന് നഷ്ടമായി. അതിന് N/V/30 അനുസരിച്ച് ഏൺ ലീവ് ലഭിക്കും. N/V/30 അനുസരിച്ച് ഏൺ ലീവ് ലഭിക്കും. 1 മുതൽ 1/4 1/4/19 മുതൽ റീ ഓപ്പണിംഗ് ഡേ വരെ. ആ ഡേറ്റിനോട് പറഞ്ഞു, റീ ഓപ്പണിംഗ് 1/6 ആ റീ ഓപ്പണിംഗ് ഡേറ്റ് വരെയുള്ള ഡ്യൂട്ടി ഡേയ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വെക്കേഷൻ ഇൻറ്റു 30 അനുസരിച്ച് കുറഞ്ഞത് 30 ഏൺ ലീവ് എങ്കിലും ഇദ്ദേഹത്തിന് കുറച്ചിട്ടാണ് കൊടുത്തത്. ഏതാണ്ട് 24 or 25 മറ്റോ ലീവ് കുറച്ചിട്ടാണ് കൊടുത്തത്. 1 മാസം ശമ്പളമല്ലേ പോകുന്നത്? ചെറിയൊരു അശ്രദ്ധ. അല്ലെങ്കിൽ അത് നമ്മളൊന്ന് അന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് തീർത്തു പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരുടെ നഷ്ടം ഏതാണ്ട് ഒരു 60,000 രൂപ 70,000 രൂപയാണ്. അവരിപ്പോ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ഉണ്ടോ ഇന്ന്? അപ്പൊ ഇത് ശ്രദ്ധിക്കണം, വാങ്ങി നോക്കണം എന്ന് മുതലാണ് ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന്. ഇതല്ലേ കഴിഞ്ഞ ദിവസം ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞത്? ഈ ഐറ്റം അല്ലേ? പറഞ്ഞേ. അതെ സാറേ, ഇത് സർവീസ് ബുക്കിൽ എഴുതുന്നതും കൂടെ ഒന്നുകൂടെ ക്ലിയർ ആവാൻ 2 കാര്യം. ഓഫീസ് സ്റ്റാഫിനൊക്കെ നമ്മൾ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യൂലേ? അപ്പൊ ആ സമയത്ത് അവര് വേറെ ലീവൊക്കെ എടുക്കുമ്പം അതിന് ആനുപാതികമായിട്ട് ഇപ്പുറത്ത് കുറയ്ക്കുന്നതൊക്കെ അതറിയില്ല. അറിയാം, പക്ഷെ അതൊരു കുറച്ച് അത് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അത്ര ധൈര്യം കിട്ടുന്നില്ല. ഒന്ന് പറഞ്ഞു തരും ആ ഡേറ്റ് ഒക്കെ. ഇപ്പൊ ചെയ്തു നോക്കായിരുന്നു. ഇപ്പൊ ഞാൻ പുറത്തുള്ളത് സാറേ. അവര് സ്റ്റഡി ലീവ് ഒക്കെ എടുത്തതാ. നാളെ പറഞ്ഞു സ്റ്റഡി ലീവ് എടുത്ത നാളെ പറഞ്ഞത്. അവസാനം എവിടം വരെയാണ് ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്തത്, അയാളുടെ ബാലൻസ് എത്രയാണെന്ന് പറയണം. നാളെ പറയുമ്പോ അവസാനം ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് വരെ, അപ്പൊ നിൽക്കുന്ന ബാലൻസ് എത്ര. അതിനുശേഷം ഇങ്ങോട്ട് ഇദ്ദേഹം എന്തെല്ലാം നോൺ ഡ്യൂട്ടി പീരീഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് നോക്കണം. അത് എത്ര ദിവസമാണെന്ന് പറയണം. അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ നോൺ വെക്കേഷനിലേക്ക് വരുമ്പോ ഇതേപോലെ തന്നെയല്ലേ വരിക? നോൺ വെക്കേഷൻ, അതായത് ഒരു ക്ലാർക്ക് അധ്യാപകനായി പറയൂ, ഒരു ക്ലാർക്ക് എന്താണ് അധ്യാപകനാകുന്നത്?
ഒരു ക്ലാർക്ക് എന്താണ് അധ്യാപകനാവുന്നത് പറയൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാർക്ക് അധ്യാപകനായിട്ടുണ്ടെങ്കിലേ ഏതെങ്കിലും ഒരു ദിവസം 5/6/2002 എന്നാ റീ ഓപ്പണിന്റെ റീ ഓപ്പണിംഗ് ഡേ 1/6 5/6/2023 ഒരു ക്ലാർക്ക് ടീച്ചറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ക്ലാർക്ക് നോൺ വെക്കേഷൻ സ്റ്റാഫാണ്. നോൺ വെക്കേഷൻ സ്റ്റാഫിലെ ക്ലാർക്ക് 5/6/23 വെക്കേഷൻ വിഭാഗത്തിലേക്ക് വന്നു. ശരി, ഇദ്ദേഹത്തിന്റെ ഏൺ ലീവ് എന്ന് വരെ കാൽക്കുലേറ്റ് ചെയ്യും? കാരണം ടീച്ചർ ആവുന്നതോടുകൂടി ഇദ്ദേഹത്തിന് റൂൾ 78, 79 പ്രകാരമുള്ള ഏൺ ലീവിന് അർഹതയില്ല. ഇദ്ദേഹത്തിന് ഏൺ ലീവ് എന്ന് വരെ മാത്രമേ കിട്ടൂ? ഇദ്ദേഹം ടീച്ചർ ആവുന്നതിന് തൊട്ട് മുമ്പ് അവസാനിച്ച വെക്കേഷൻ ഡേ വരെ മാത്രമേ ഇദ്ദേഹത്തിന് ഏൺ ലീവ് ലഭിക്കൂ. ദാറ്റ് മീൻസ് 31/5/23 വരെ മാത്രമേ ഇദ്ദേഹത്തിന് ഇയറിന് ഏൺ ലീവിന് അർഹതയുള്ളൂ. ശരി, ഇയാളുടെ പ്രൊമോഷൻ 1/10/23 ആണെന്ന് വിചാരിക്കും. ഇദ്ദേഹത്തിന്റെ പ്രൊമോഷൻ 1/10/23 എന്ന് വരെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യും? 1/10/23 തൊട്ട് മുമ്പുള്ള വെക്കേഷൻ എന്ന് അവസാനിച്ചു. 1/10/23 തൊട്ട് മുമ്പുള്ള വെക്കേഷൻ എന്ന് അവസാനിച്ചു. 31/5/2023 അവസാനിച്ചു. അന്ന് വരെ മാത്രമേ ഏൺ ലീവിന് അർഹതയുള്ളൂ. ഓക്കെ, പറഞ്ഞേ, വ്യക്തമായോ? ഓക്കെ. വെക്കേഷന്റെ ഇടയിലാണെങ്കിലോ? ആര് വെക്കേഷന്റെ ഇടയിൽ എങ്ങനെയാണ് ഒരു ക്ലാർക്ക് മാഷാവുക? പറ്റില്ലല്ലോ. വെക്കേഷൻ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരെ ഒരു കാരണവശാലും വെക്കേഷൻ വിഭാഗത്തിൽപ്പെട്ട ഒരു തസ്തികയിലേക്ക് ഒരു കാരണവശാലും സമ്മർ വെക്കേഷൻ ഇടയിൽ പ്രൊമോഷൻ നടത്താൻ പാടില്ല. ശരി, ഇനി അടുത്ത എന്താ സംശയം? ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, ഈ ടൂറ് പോകുമ്പോൾ 20-1 കുട്ടികളും അധ്യാപകരെയും? അത് ഒരു സംശയം. അയ്യോ, അത് മനസ്സിലില്ല, നോക്കിയിട്ട് പറയാം. ഓർമ്മയിൽ 20-1 എന്നാണ് എന്റെ വിശ്വാസം. വർക്കിംഗ് ഡേയിൽ പോകാൻ പറ്റുമോ? വർക്കിംഗ് ഡേ ഒക്കെ പോവാം, പക്ഷെ മുൻകൂട്ടി പെർമിഷൻ വാങ്ങണം. അപ്പൊ പോവരുതെന്നാണ് തോന്നുന്നത്. വെക്കേഷന്റെ നോൺ വെക്കേഷൻ ആയപ്പോ ആദ്യം തൊട്ടേ 11/1 ലീവ് ഉണ്ടാവുക. ആർക്ക്? വെക്കേഷൻ സ്റ്റാഫ് നോൺ വെക്കേഷൻ സ്റ്റാഫ് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറുന്നു. നിങ്ങൾ എപ്പോഴാ മാറുന്നത്? അല്ല, എപ്പോഴാണെങ്കിലും മറ്റേ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എപ്പോഴാ മാറുക? പ്രമോഷൻ കിട്ടുന്ന സമയത്ത്. നിങ്ങൾ എത്ര വർഷം വെക്കേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിട്ടാണ് നോൺ വെക്കേഷനിലേക്ക് മാറാൻ സാധ്യത? പ്രൊമോഷൻ 18 വർഷം 20 വർഷമൊക്കെ 18-19 വർഷം കഴിഞ്ഞിട്ടാണ് വെക്കേഷൻ വിഭാഗത്തിൽ നിന്ന് നോൺ വെക്കേഷൻ വിഭാഗത്തിലേക്ക് മാറുന്നത്. സ്വാഭാവികമായിട്ടുള്ള സംശയം, ആദ്യത്തെ വർഷം 1/22 എന്നുള്ള നിരക്കിലാണോ ഏൺ ലീവ്, 1/11 എന്നുള്ള നിരക്കിലാണോ ഏൺ ലീവ്? അതല്ലേ സ്വാഭാവികമായിട്ടും സംശയം വരുന്നത്? യെസ്. 1/22 എന്നുള്ള നിരക്കിൽ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആർക്കാണ്?
സർവീസിൽ വൊക്കേഷനിലെ ഫസ്റ്റ് ഒന്നാമത്തെ ഇയറിൽ വർഷം ജോലി ചെയ്യുന്നവരാണ്. ടീച്ചർ സർവീസിൽ എത്രാമത്തെ വർഷം ജോലി ചെയ്യുമ്പോഴാണ് ഏൺ ലീവ് കിട്ടുന്നത്? 18 വർഷം പൂർത്തിയാവുന്നതാണ്. നിങ്ങൾക്ക് 1/22 ബാധകമല്ല. നിങ്ങൾ പ്രൊമോഷൻ ആവുന്നത് മുതൽ ഇനി വെക്കേഷന്റെ നിങ്ങൾ പ്രൊമോഷൻ ആവുന്നത് ഡ്യൂറിങ് ദ അക്കാദമിക് ഇയർ ആണെങ്കിൽ അക്കാദമിക് ഇയർ ആരംഭിച്ച ഡേറ്റ് മുതൽ. അക്കാദമിക് ഇയർ ആരംഭിച്ച ഡേറ്റ് മുതൽ ഏൺ ലീവ് ലഭിക്കും. 1/11 എന്നുള്ള നിരക്കിലാണ് ലഭിക്കുന്നത്. അല്ലാതെ സർവീസിന്റെ ഒന്നാമത്തെ വർഷം നൽകുന്ന 1/22 ഒരു ഹെഡ് മാസ്റ്റർ വാങ്ങേണ്ടതില്ല. ഇങ്ങനെയുള്ള പ്രശ്നവും ചില സബ്ജക്റ്റുകളിൽ നിൽക്കുന്നുണ്ട്.